Morning. 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 Good morning. Morning. Ma'am. Morning. Good morning, ma'am. Morning. Good morning, miss. Good morning. എല്ലാവർക്കും PDF കാണാമോ? കാണാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്ന് വയ്യാതിരിക്കായിരുന്നു. ഓക്കെ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് നമുക്ക് കിട്ടിയില്ലല്ലോ. പ്രകൃതിയിൽ ഒഴിവായതുകൊണ്ട് ഭയങ്കര ഗ്യാപ്പായല്ലേ? കുറെ ദിവസമായി കണ്ട പോലെ. ഇതില് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കോൺവൊക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നോ? 22ന്റെ 22 PG-യിലുള്ള ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. പക്ഷെ ആരും ഒരാളുണ്ടായിരുന്നല്ലോ. ലപ്പിന PG-യിലുള്ളതല്ലേ? മേരി ലപ്പിന, അങ്ങനെ എന്തോ പേര്. ആരും ഒരാളുണ്ടാ? മെറിൻ ലപ്പിന അല്ലെ? നിഷ 22 അല്ലേ? നിഷ മെറിൻ കേൾക്കാമോ? മെറിൻ കേൾക്കാമോ?
മോർണിംഗ്. കേൾക്കാമല്ലോ മാഡം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മെറിൻ ഉണ്ടായിരുന്നോ? കോൺവൊക്കേഷൻ വന്നില്ലേ മെറിൻ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മാം. ലാസ്റ്റ് വന്ന് സംസാരിച്ചത് പരിപാടി കഴിഞ്ഞിട്ട് നേരിൽ വന്നത്. ലാസ്റ്റ്. ശരി ശരി. ഡാൻസ് ഒക്കെ ഒന്നും പറയായിരുന്നു. അടിപൊളിയായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ. മാം നന്നായിട്ട് കളിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചു മാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ സാരി എടുത്തിട്ട് എത്ര കംഫർട്ടബിൾ ആയിട്ടാ ചെയ്യുന്ന ഡാൻസ് ഒക്കെ. കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്? അടിപൊളിയായിരുന്നു. നിങ്ങളെ ഇതിൽ കാണുന്നതിലും വ്യത്യാസമാണോ വേറെ കാണുന്നത്? അതിനെക്കാട്ടും ലുക്കായിരുന്നു അന്ന് കാണാൻ. അങ്ങനെയല്ല ചേച്ചി, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. സ്ക്രീനിൽ കാണുന്നത് നേരെ ഇല്ല, പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫേസ് ഒക്കെ അതുപോലെയൊക്കെ തന്നെ. അല്ല, ഗുഡ് മോർണിംഗ്. എല്ലാവരും കുറേ ദിവസം കണ്ടിട്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയോ? സ്കൂൾ തുറന്നില്ലേ? പോയി. തുറന്നിട്ടില്ല? എന്നാ തുറക്കുന്നേ? നാളെയാണോ? വയസ്സായിട്ടില്ല. ഓക്കെ. ചെറിയ കുഞ്ഞുങ്ങളാണല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും PDF ആണല്ലോ. ഇനി ആരെങ്കിലും കയറാനുണ്ടോ? 21 എത്രയായിട്ടുള്ളൂ? നമ്മള് മൊഡ്യൂള് 6-ലെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 3 പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മളിപ്പോ പേഷ്യൻസിന്റെ റൈറ്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെ വരെ പറഞ്ഞു? ഇൻഫർമേഷൻ വരെയല്ലേ എടുത്തത്? ഇൻഫർമേഷൻസിന്റെ ഈ 3 റൈറ്റ്സ് പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യാട്ടോ. കുട്ടികൾ കയറിക്കോട്ടെ. ഏകദേശം ഇത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാവാറുള്ളൂ? 22, 25 ഒക്കെ. ഓക്കെ, 3 പോയിന്റ് എടുത്തു. നെക്സ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുന്നത് പേഷ്യൻസിന്റെ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സ് ആണ്, അവകാശങ്ങളാണ്. നെക്സ്റ്റ് വരുന്ന എന്താണ്? പേഷ്യന്റ് ഹാവ് ദ റൈറ്റ് ടു റിക്വസ്റ്റ് ഇൻഫോർമേഷൻ ഓൺ ദ നെയിംസ്, dosages and adverse effects of the medication that they are treated with. ശ്രദ്ധിക്കാം. Patient have the right to request information on the names, dosages and adverse effects on the medication that they are treated with. Okay, പേഷ്യൻസിന് എന്തിന്റെ ഇൻഫോർമേഷൻസ് അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? ഹായ് ആതിര, ഗുഡ് മോർണിംഗ്. ഇതിനെ കുറിച്ചിട്ടാണ് ഇൻഫർമേഷൻ. നെയിംസ് അല്ലെ, മെഡിക്കേഷൻസിനെ കുറിച്ചിട്ട് അല്ലെ, മെഡിക്കേഷൻസിന് ഏത് മരുന്നാണ്, അതിന്റെ ഡോസേജ് എത്രത്തോളമാണ്, അതിന് ആഫ്റ്റർ എഫക്ട്സ് അല്ലെ, സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണോ, ഓക്കെ, അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫലിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനായിട്ടുള്ള ഒരു റൈറ്റ്സ് അല്ലെ. അതായത് മെഡിക്കേഷൻസിന്റെ പൂർണ്ണ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ പൂർണ്ണ അവകാശങ്ങളും ആർക്കുണ്ട്? പേഷ്യൻസിന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, patient have the right to request information on the names, dosages and adverse effect of the medication that they are treated with. Okay, മനസ്സിലായോ പോയിന്റ്? Yes. Next one, patients or their authorized individual have the right to request access and receive copy of their clinical records. Patients or their authorized individuals have the right to request access and receive a copy of their clinical records. ഇതെന്ത് റൈറ്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്?
പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റെക്കോർഡ്സ് അല്ലെ, പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റെക്കോർഡ്സ് ചോദിച്ചറിയാനും അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പേഷ്യൻസിന് അവകാശം ഉണ്ടോ? ഇത് റിസീവ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടോ? ഉണ്ട് അല്ലെ. യെസ്, അതായത് പ്രത്യേകിച്ച് അധികൃത, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു ഡോക്ടറിൽ നിന്നും പേഷ്യൻസിന് അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ റിസീവ് ചെയ്യാനുള്ള, അതിന്റെ കോപ്പീസ് അല്ലെ, അതിന്റെ കോപ്പീസ് റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു അവകാശമുണ്ട്. ഓക്കെ, യെസ്. Patients or their authorized individual have the right to request, access and receive a copy of their clinical records. Then third one, patients have the right to complete information on the expected cost of treatment. Information should be presented as a items structure of the various expense and the charges. Okay, ഇത് പേഷ്യൻസിന്റെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായിരിക്കും അല്ലെ. അതായത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കോസ്റ്റ്, എത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒരു ചികിത്സ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചികിത്സക്ക് എത്രത്തോളം പണം ചെലവ് ആവശ്യമാണ്, എക്സ്പെൻസ് വരുന്നുണ്ട് എന്നതെല്ലാം ചോദിച്ചറിയാം. അതായത് ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചറിയാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചില പ്ലാനിങ്, ചില ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാക്കേജസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ക്ലെയിം അല്ലാതെ തന്നെ അല്ലാത്ത രീതിയിലുള്ള ചില പാക്കേജസ് ഉണ്ടായിരിക്കും ചില കാറ്റഗറി വൈസ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇൻഷുറൻസ്, ESI അങ്ങനെ പോലുള്ള പല കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള റൈറ്റ്സ് കൂടി പേഷ്യൻസിന് ഇവിടെ പറയുന്നുണ്ട്. അവരുടെ ഇൻഫോർമേഷൻ റൈറ്റ്സിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് ഏറ്റവും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചറിയുന്നതിനുള്ള അവകാശം പേഷ്യൻസിന് പറയുന്നുണ്ട്. ഓക്കെ, എത്രത്തോളം എക്സ്പെൻസും എത്രത്തോളം ചാർജസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഓക്കെ, മനസ്സിലായോ? Then patient have the right to information on hospital rules and regulations. Patient have the right to information on hospital rules and regulations. ഒരു ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ട് ചോദിച്ചറിയാനുള്ള വിവരാവകാശമാക്കുന്ന പേഷ്യൻസ്. ഓക്കെ, റൂൾസും റെഗുലേഷൻസും അറിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രൊസീജിയർ കാര്യങ്ങൾ പേഷ്യൻസിന് അറിയാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനാൽ തന്നെ അത് അറിയാനായിട്ടുള്ള ഒരു അവകാശം കൂടി ഇവിടെ പറയുന്നുണ്ട്. Then information on organ donation. Information on organ donation. എന്താ അവിടെ പറയുന്നത്? എന്തിനുള്ള റൈറ്റ്സ് ആണ് അവിടെ? എന്തിനുള്ള റൈറ്റ്സ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ചില പേഷ്യൻസിന് ചിലവരെന്താണ്, നേരത്തെ നമ്മളിപ്പോ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ തീരുമാനിക്കും അല്ലെ, മരണത്തിന് ശേഷം ആ പേഷ്യന്റ് മരിച്ചതിന് ശേഷം എന്താണ് ഇതിന്റെ ഓർഗൻ ഏതാണോ ആൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസും പ്രൊസീജിയേഴ്സും റെഗുലേഷൻസ് ഒക്കെ അറിയാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പേഷ്യൻസിന് പറയുന്നു. ഓക്കെ, ഇൻഫർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷൻ. യെസ്, ഒന്നുകൂടി നോക്കാം. ഇത് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? മെഡിക്കേഷൻസിനെ കുറിച്ച്, അതായത് മെഡിക്കേഷന്റെ ഡോസേജ്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകൾ, നെയിം തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് ക്ലിനിക്കൽ റെക്കോർഡ്സിന്റെ കോപ്പീസ് സ്വീകരിക്കാൻ, റിസീവ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. പിന്നെന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ വരുന്ന എക്സ്പെൻസ് എത്രത്തോളമാണ്, ചാർജ് എത്രത്തോളമാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനുള്ള ഇൻഫർമേഷൻ റൈറ്റ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അറിയാനുള്ള റൈറ്റ്സ് കൂടി പേഷ്യൻസിന് പറയുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കിയേ, 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ.
എല്ലാവർക്കും ക്ലിയർ ആണോ? ഫെമിനിൻ വിഷയം മാത്രമേ ക്ലാസ്സിലുള്ളൂ. എല്ലാവരും യെസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് വരുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസുമായി ബന്ധപ്പെട്ടാണ്. അതായത് പേഷ്യൻസിന്റെ മുൻഗണനകളുമായി പേഷ്യൻസ് കൊടുക്കേണ്ട പ്രിഫറൻസ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റ്സുകളാണ് പറയുന്നത് കേട്ടോ. A patient has the right to seek a second opinion on his or her medical condition. Right to information from the doctor to provide the patients with the treatment options so that the patient can select what works best for him or her. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പ്രിഫറൻസുമായി ബന്ധപ്പെട്ട റൈറ്റ്സ് ഏതാണ്? A patient has the right to seek a second opinion on his or her medical condition. എന്താ പറയുന്നത്? ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് ഒരു റൈറ്റ്സ് പറയുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നമ്മള്? ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഇന്ന ട്രീറ്റ്മെന്റ് പറഞ്ഞു, സർജറി പറഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് ആ സർജറി ചെയ്യാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആ സർജറി നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യും. എന്ത് ചെയ്യും? നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കും അല്ലെ, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലോ മറ്റൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് എന്താണ് നമ്മളത് അതിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ അത് ചെയ്യണോ എന്ന് വേണ്ടെന്നുള്ളൊരു തീരുമാനം എടുക്കും അല്ലെ. അങ്ങനെ തീരുമാനം എടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട് അല്ലെ. ഡോക്ടർ ഹോസ്പിറ്റലിൽ പറയുന്ന അതേ തീരുമാനങ്ങൾ അംഗീകരിക്കാനല്ല, എന്താണ് നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ടുള്ളൊരു റൈറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ആണ് ഇമ്പോർട്ടന്റ് നോക്കുക. നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് ഏറ്റവും കൂടുതൽ വ്യക്തിക്ക് തന്നെ ആയിരിക്കും അറിയാൻ സാധിക്കുന്നത് അല്ലെ. അപ്പോ എല്ലാവരും പക്ഷെ സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പക്ഷെ ചില ട്രസ്റ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യും? സെക്കൻഡ് ഒപ്പീനിയൻ പോലും എടുക്കാതെ തന്നെ ചെയ്യുന്നതുണ്ട്. അത് ചിലർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് അതുമായി ബന്ധപ്പെട്ട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള റൈറ്റ്സ് പ്രിഫറൻസുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ദെൻ സെക്കൻഡ് റൈറ്റ് എന്താണ് പ്രിഫറൻസുമായി ബന്ധപ്പെട്ട്? Right to information from the doctor to provide the patient with the treatment option so that the patient can select what works best for him or her. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? Right to information from the doctor to provide the patient with the treatment options. Treatment options. എന്താണ് treatment options? രോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കണ്ടീഷൻ അനുസരിച്ച് അപ്പൊ ഡോക്ടർ പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയാം അല്ലെ, പല പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര മാസത്തെ കോഴ്സ്, അല്ലെങ്കിൽ ചിലപ്പോ ഒരു മരുന്ന് കൊണ്ടും പറയാം, അല്ലെങ്കിൽ സർജറി കൊണ്ട് മാറാന്ന് പറയാം അല്ലെ. 2-3 ഓപ്ഷൻസ് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചികിത്സാ പദ്ധതികളൊക്കെ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കും. ഓക്കെ, ഏത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണോ പറയുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് അല്ലെ, അത് സെലക്ട് ചെയ്യാനായിട്ട്, അത് തന്റെ ബോഡിക്ക് അല്ലെങ്കിൽ തനിക്ക് അത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം കൂടെ ഇതിലെ പേഷ്യൻസിന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഡോക്ടർ പറയുന്ന പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ്, പൂർണ്ണമായിട്ടുള്ള അവകാശം ആർക്ക് തന്നെയാണ്? പേഷ്യൻസിന് തന്നെയാണ് അത് ചൂസ് ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളത് കേട്ടോ. ഓക്കെ, ഓക്കെ. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ? പറയൂ. ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഏതൊക്കെ ടെസ്റ്റ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പാക്കേജ് ഉണ്ടാവും. ഇത്ര മാസം ഇത്ര നാള് എന്നുള്ള രീതിയിലൊരു ഒരു കോഴ്സ് ഓഫ് പീരീഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൽ ഏറ്റവും അനുയോജ്യമായത് മാത്രമായിരിക്കും ഒരു പേഷ്യന്റ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അതിൽ ആ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഏറ്റവും അനുയോജ്യം എന്ന് പറയുമ്പോൾ എന്താണ്, അവർ അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഏതാണ്, അതിനനുസരിച്ച് മാത്രം ഒരു പേഷ്യന്റ് അത് ചൂസ് ചെയ്യുന്നത് കേട്ടോ.
ഇപ്പൊ പ്രിഫറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് റൈറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും പേഷ്യൻസിന്റെ പ്രിഫറൻസുമായി ബന്ധപ്പെട്ട റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു റെഡ്രസ്. റൈറ്റ് ടു റെഡ്രസ്. റെഡ്രസ് എന്താണ്? റെഡ്രസൽ എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ് റൈറ്റ് ടു റെഡ്രസ്? യെസ്, പരാതികൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ കൺസേൺസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സ് ആണ്. Patient have the right to justice by lodging a complaint through an authority dedicated for this purpose by the healthcare provider organization or with government health authorities. Okay, first right എന്ന് പറയുന്നത് എന്താണ്? Patient have the right to justice by lodging a complaint through an authority dedicated for this purpose by the healthcare provider organization or with government health authorities. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ രണ്ട് പ്രാവശ്യം. എന്ത് പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? പേഷ്യൻസിന് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്? എന്തിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ്, എന്ത് പരിഹരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്? Right to justice. What is right to justice? Justice എന്താണ്? അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്ന് രോഗിക്ക് എന്ത് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും അല്ലെ, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സംവിധാനത്തിൽ നിന്ന് രോഗിക്ക് എന്ത് തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസോ ഉണ്ടായി കഴിഞ്ഞാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെ അതിൽ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിന് അതോറിറ്റി, മെയിൻ അതോറിറ്റി ഏതാണോ അവിടെ അവർക്ക് അതിനുള്ള പരാതി കൊടുക്കാനുള്ള ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നീതി ഉറപ്പാക്കാനുള്ള റൈറ്റ്സ് റൈറ്റ് ടു റെഡ്രസ്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട്, എന്ത് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിൽ നിന്നുള്ള ഒരു നീതി കിട്ടാൻ, ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും പേഷ്യൻസിനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട പരാതി സമർപ്പിക്കാനുള്ള റൈറ്റ്സും പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, മനസ്സിലായോ? യെസ്. Then patient has the right. നിൽക്കട്ടെ, ഈ എന്തൊക്കെയാണ് ജസ്റ്റിസ് കിട്ടാനുള്ള പേഷ്യൻസിന്റെ ഒരു, അല്ലാതെ എന്തെല്ലാം കംപ്ലൈന്റ്സ് ആയിരിക്കും, എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും പേഷ്യൻസ് നേരിടുന്നത്? ഇങ്ങനെ പരാതി കൊടുക്കണമെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് പേഷ്യൻസിന് അനുഭവിച്ചിട്ടുണ്ടാവാം? എന്തൊക്കെയായിരിക്കാം അതിൽ വരുന്നത്? എന്തെല്ലാം വരാം? ഹെൽത്ത് അബ്യൂസ് വരുമോ? ആരോഗ്യപരമായിട്ട് ആൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവോ? ഉണ്ടാവും. അമിതമായ കോസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അമിതമായിട്ടുള്ള കോസ്റ്റ്, എക്സ്പെൻസ് കൂട്ടി ചോദിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവോ? ഫിസിക്കൽ അബ്യൂസ്, ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ആളുടെ കൺസേൺ ഇല്ലാതെ, ഒരു പേഷ്യന്റിന് സമ്മതം ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളാണ് ഞാൻ പറയുന്നത്, എക്സാമ്പിൾ പറയുന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഹെൽത്ത് അതോറിറ്റികളിൽ പരാതി കൊടുക്കാനുള്ള പൂർണ്ണമായ അവകാശം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, യെസ്. Next one, the patient has the right to fair hearing and prompt hearing for his or her concern. The patient has the right to fair hearing and prompt hearing of his or her concern. എന്ത് തരം റൈറ്റ്സ് ആണത്? എന്ത് പരാതിയാണ് ഇവിടെ പറയുന്നത്? രോഗികളെ സംബന്ധിച്ചെടുത്ത് അവർക്ക് പരാതി, നമുക്കൊരു കൺസേൺ ഉണ്ടാവും അല്ലെ? നമുക്ക് ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാനായിട്ട് നമുക്ക് ഭയങ്കര വ്യഗ്രതയായിരിക്കും അല്ലെ? യെസ്.
അങ്ങനെ അറിയാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഡോക്ടറോട് നമ്മളിപ്പോ പല കാര്യങ്ങളും ചോദിച്ചിരിക്കും, പക്ഷെ ഡോക്ടേഴ്സ് എന്താണ് പറഞ്ഞു തരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾക്കൊരു ഉത്കണ്ഠകൾ ഉണ്ടാവും, ആ രോഗാവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എത്ര ചോദിച്ചാലും നമുക്ക് ഒരുപാട് സംശയങ്ങളായിരിക്കും. അത് ടെൻഷന്റെ പുറത്തുള്ള ഒരു സംശയമാണ്, ഒരു കൺഫ്യൂഷന്റെ പുറത്ത് വരുന്ന ടെൻഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആരോടാണ് ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റുന്നത്? ഡോക്ടേഴ്സിനോട് തന്നെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിനോട് തന്നെയാണ് നമുക്കിത്, ഹെൽത്ത് പ്രൊവൈഡറിനോട് തന്നെ മാത്രമേ നമുക്ക് ഇതിന്റെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കൂ. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഇതിനുള്ള മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠകൾക്കുള്ള പരാതികൾ, അല്ലെങ്കിൽ നമുക്ക് ഉത്കണ്ഠകൾക്കുള്ള മറുപടികൾ നൽകുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? അതുമായി ബന്ധപ്പെട്ട് പരാതി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൊടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? അതായത് രോഗിയുടെ വ്യക്തമായിട്ടുള്ള വാദം എന്താണ്, രോഗി എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടുള്ള ആരാണ്? ഹോസ്പിറ്റൽ പ്രൊവൈഡേഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്തരം മറുപടികൾ അവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് എന്താണ് അതിനെതിരെ പരാതികൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ. യെസ്. Then third one, the patient in addition has the right to appeal to a higher authority in the healthcare provider organization assert in writing on the outcome of the complaint. Next, rights എന്ന് പറയുന്നതാണ് the patient in addition has the right to appeal. Right to appeal അത് അണ്ടർലൈൻ ചെയ്തേ. Right to appeal എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. Right to appeal to a higher authority in the healthcare provider organization assert in writing on the outcome of the complaint. എന്ത് തരം പരാതിയാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നോക്കിയേ, ഹയർ അതോറിറ്റിക്ക് മേലെ അപ്പീൽ കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? എന്തൊക്കെ സന്ദർഭങ്ങളിലാണ്? രോഗിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംരക്ഷണ ദാതാവിനെതിരെയോ അല്ലെ, ആരോഗ്യ സംരക്ഷണ ദാതാവിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഉയർന്ന അധികാരികൾക്കോ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഏതെങ്കിലും ആ പരാതിയുടെ ഫലം ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര പരാതികൾ കൊടുത്തിട്ടും അതിനൊരു ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് ഹയർ അതോറിറ്റിയുടെ മേലെ നമുക്ക് എന്താണ് അപ്പീൽ കൊടുക്കാനായിട്ടുള്ള റൈറ്റ്സും പേഷ്യൻസിന്റെ പരാതികൾക്കുള്ള റൈറ്റ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. യെസ്. മനസ്സിലായോ? മാത്രമല്ല പരാതിയുടെ ഫലം ഈ അപ്പീൽ കൊടുക്കുമ്പോൾ എന്താണ് പരാതിയുടെ ഫലം നമുക്ക് രേഖാമൂലം വാങ്ങാനായിട്ടുള്ള റൈറ്റ്സ് കൂടി ഇവിടെ പറയുന്നു. ഇത് പക്ഷെ എപ്പോഴും വരുന്ന സന്ദർഭങ്ങളല്ല, ചില കോംപ്ലിക്കേഷൻസ് ഉള്ള കേസസുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ അപ്പീൽ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. ചിലപ്പോ പറയാം ചില മർഡറൊക്കെ നടക്കുന്ന സംഭവങ്ങളില്ലേ, മർഡർ കൊലപാതകങ്ങളൊക്കെ പോലെ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് മാക്സിമം അത് ഹയർ അതോറിറ്റിക്ക് നമ്മൾ അപ്പീൽ പോകുന്നത്. അതിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മറുപടി അവരിൽ നിന്ന് ലഭിക്കാതെ വരുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റൽസ് ഇപ്പോ ഈ ഒരു ആ കൊലപാതകത്തിന് ചിലപ്പോൾ അതിന്റെ സാക്ഷികളായിരിക്കാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതേപോലെ എക്സാമ്പിൾ പറഞ്ഞാൽ മരുന്ന് മാറ്റി കൊടുത്തതിന്റെ പേരിൽ അല്ലെ, അല്ലെങ്കിൽ ഡോസേജ് കൂടി പോയിട്ടായിരിക്കും ആ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടാവുക. വ്യക്തമായ കാരണങ്ങൾ ചിലപ്പോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന് അറിയാൻ പറ്റില്ല, ഫാമിലിക്ക് അറിയാൻ പറ്റും. പക്ഷെ ചിലപ്പോ ഹോസ്പിറ്റൽ അത്യാവശ്യം കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന് പുറകെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കുറെ കേസുകൾ നടത്താമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ പോത്തിക്കിരി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? പോത്തിക്കിരി കണ്ടിട്ടുണ്ടോ? വേണ്ട. ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ജോസഫ് ഹോസ്പിറ്റലിൽ വന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് പേഷ്യൻസിനെ സ്വീകരിക്കുന്ന ഒരു സിനിമയാണത് അല്ലെ. കണ്ടിട്ടില്ല? അങ്ങനെ ഒത്തിരി സിനിമകൾ, അതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളുടെ ശരിക്കും ഒരു വിഷ്വലൈസേഷൻ ആണ് ആ സിനിമകളൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചിലവരതാ അതിന് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ചില പേഷ്യൻസിന്റെ ഫാമിലികൾ അതിന് വേണ്ടി പോരാടും. ചിലവരെന്താണ് പ്രത്യേകിച്ച് പണമില്ലാത്തവരും ഇതിനു വേണ്ടിയിട്ട് പോവാറുണ്ട് അല്ലെ. അതായത് ആ ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് ചെറുതൊന്നല്ല അല്ലെ. ഒരു ജീവന്റെ വില ചെറുതാണോ? അപ്പൊ 3 രീതിയിലാണ് റൈറ്റ് ടു റെഡ്രസ് പറയുന്നത്. ഒന്നെന്താണ്, പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അധികാരികൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ നേരെ പരാതികൾ, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള അതോറിറ്റിക്ക് നേരെ അതിന്റെ ജസ്റ്റിസ് കിട്ടാനായിട്ടുള്ള അവകാശം നേടാനുള്ള പരാതികൾ കൊടുക്കാനുള്ള റൈറ്റ്സ് പേഷ്യൻസിന് പറയുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് എന്താണ്, the
patient has the right to a fair and hearing and prompt hearing of his or concerns. പേഷ്യൻസിന്റെ ഉള്ളിൽ തന്നെ അതായത് രോഗിയുടെ വാദം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ രോഗിക്ക് പറയാനുള്ളത് എന്താണെന്നും അവരുടെ ആശങ്കകൾ എന്താണ് ആശങ്കകൾക്കനുസരിച്ചിട്ടുള്ള മറുപടി നൽകാതിരുന്നാൽ പോലും എന്താണ് നമ്മൾക്ക് അതിനെതിരെയും പരാതി കൊടുക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യൻസിന് അതായത് ഹയർ അതോറിറ്റിക്ക് മേലെ എന്താണ് അപ്പീൽ പോകാനായിട്ടുള്ള ഒരു റൈറ്റ്സ് കൂടി റൈറ്റ് ടു റെഡ്രസ്സിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ലാസ്റ്റത്തെ റൈറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. മൂന്നാമത്തെ റൈറ്റ് മാത്രം ടിക്ക് ചെയ്തേ, ബാക്കി പഠിക്കേണ്ടെന്നല്ല, അതാണ് ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറ് കേട്ടോ. ചോദിക്കാം, ഹയർ അതോറിറ്റിക്ക് അപ്പീൽ കൊടുക്കുന്നത് പേഷ്യൻസിന്റെ ഏത് റൈറ്റ്സിലായിരിക്കും ഉൾപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് റൈറ്റ്സിലാണ് ഉൾപ്പെടുന്നത്? ഏത് റൈറ്റ്സിലാണ്? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണോ, റൈറ്റ് ടു റെഡ്രസ് ആണോ? റൈറ്റ് ടു റെഡ്രസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പഠിച്ചത് മുഴുവനും റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ്. പേഷ്യൻസിന്റെ പ്രധാനമായിട്ടുള്ള അവകാശങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, പരാതികൾക്ക് മേലുള്ള അവകാശങ്ങൾ, അവരുടെ മുൻഗണനാപരമായിട്ടുള്ള അവകാശങ്ങൾ, അതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ചോദിച്ചറിയാനുള്ള പ്രധാനമായിട്ടുള്ള അവകാശം. ഇതാണ് പേഷ്യന്റ് റൈറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസ് അറിയാനുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി, പേഷ്യന്റിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ അഖണ്ഡതയെ മാനിക്കുന്നതിനുള്ള അവകാശം. അതേപോലെ തന്നെ എന്താണ്? കെയർ, പേഷ്യൻസിന് ഏറ്റവും നല്ല, അതായത് ഒരു കാസ്റ്റിന്റെ പേരിലോ റിലേഷൻസിന്റെ പേരിലോ ഒരിക്കലും ഒരു കെയർ നഷ്ടപ്പെടാതിരിക്കാനായിട്ടുള്ള റൈറ്റ്സ് കൂടി കെയർ എന്ന റൈറ്റ്സ് ആണ് ഉൾപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എത്ര റൈറ്റ്സ് പഠിക്കാനുണ്ട് നമുക്ക്? എത്ര റൈറ്റ്സ് ഉണ്ട്? 5 റൈറ്റ്സുകളാണ്. റൈറ്റ് ടു റെഡ്രസ്, പ്രിഫറൻസ്, then right to information, right to confidentiality and dignity, and right to care. 6 റൈറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, റൈറ്റ്സുകൾ കഴിഞ്ഞു, പേഷ്യൻസിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി അതായത് ഡോക്ടറിനോ ഒരു ഹോസ്പിറ്റലിനോ മാത്രമല്ല പേഷ്യൻസിനോട് എന്തുള്ളത്? റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. നമുക്ക് തിരിച്ചങ്ങോട്ടുണ്ട് അല്ലെ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണത് നോക്കാം. യെസ്, ഓണസ്റ്റി ഇൻ ഡിസ്ക്ലോസർ, ട്രീറ്റ്മെന്റ് കംപ്ലയൻസ്, ഇന്റന്റ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ, ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി ആൻഡ് കണ്ടക്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഓണസ്റ്റി ഇൻ ഡിസ്ക്ലോഷർ. എന്താണ് ഓണസ്റ്റി ഇൻ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, ഇത് പേഷ്യന്റ് പറയുന്നത് പോലെ, ഐ വിൽ എന്ന് പറയുന്ന പേഷ്യന്റ് ആണ് പറയുന്നത് പോലെയാണ് ഇവിടെ സെന്റൻസ് വൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി, ആ പേഷ്യന്റ് എനിക്ക് ഇന്ന ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓണസ്റ്റി ആൻഡ് ഡിസ്ക്ലോസർ. എന്താണ് ഓണസ്റ്റി എന്ന് പറയുന്നത്? ഓണസ്റ്റി, നേഹ വിനോദ്, എന്താണോ ഓണസ്റ്റി? നേഹ ഇല്ല. വിവരങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള അല്ലെ, സത്യസന്ധത, വിശ്വസ്തത, നമുക്ക് പല രീതിയിലും പറയാം. നമുക്ക് വിശ്വാസം, ട്രസ്റ്റ് അല്ലേ. നമുക്ക് ഇവിടെ നോക്കാം ഓണസ്റ്റ് ആൻഡ് ഡിസ്ക്ലോസർ. അതായത് നമ്മളുടെ പ്രത്യേകമായിട്ട് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? എന്താ പറയാ, ആരോട് കള്ളം പറയരുത് എന്നാണ് പറയുന്നത്? ആരോടാണ് കള്ളം പറയരുതെന്ന് ഒരു പഴഞ്ചൊല്ല് പറയാലോ. ആരോടാണ് കള്ളം പറയരുതെന്ന് പറയുന്നത്? ഡോക്ടറിനോട് അല്ലെ. ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുത്. എന്തുകൊണ്ടാണ് കള്ളം പറയരുതെന്ന് പറയാൻ കാരണം? പണി കിട്ടും. പണി കിട്ടും അല്ലെ. നമ്മളെ രോഗാവസ്ഥ മറച്ചു വെച്ച് അവര് വേറെന്തെങ്കിലും ചികിത്സ ചെയ്ത ആർക്കാണ് അത് ബാധിക്കുന്നത്? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഇനി ഒരു ലോയറിനോടാണെങ്കിലോ കളവ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെയും വിടും അല്ലെ. എത്രത്തോളം കള്ളത്തനം പറയുന്നു, അതായത് ഒരു കള്ളം മറയ്ക്കാൻ വേറൊരു കള്ളം പറയും, അത് മറയ്ക്കാനായിട്ട് വേറെ കള്ളം പറയുന്നുണ്ട്. സത്യം പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ സവണ മാത്രമേ ഒരു ടെൻഷൻ ഉണ്ടാവുള്ളൂ, കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത്. ഇപ്പൊ പേഷ്യന്റിന്റെ ഓണസ്റ്റ് ആൻഡ് ഡിസ്ക്ലോസർ എന്ന് പറയുമ്പോൾ ഐ വിൽ ബി ഓണസ്റ്റ് വിത്ത് മൈ ഡോക്ടർ ആൻഡ് ഡിസ്ക്ലോസ് മൈ ഫാമിലി ഓർ മെഡിക്കൽ ഹിസ്റ്ററി. എന്താ പറയുന്നത്? ഞാൻ എന്റെ ഡോക്ടറോട് സത്യസന്ധത പുലർത്തും. എന്ത് പറഞ്ഞുകൊണ്ടാണ് സത്യസന്ധത പുലർത്തുന്നത്?
എന്റെ മെഡിക്കൽ ചരിത്രം വെളിപ്പെടുത്തിക്കൊണ്ട് അല്ലെ, അത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. എന്താ പറയുന്നത്, ഞാൻ എന്റെ ഡോക്ടറിനോട് സത്യസന്ധത പുലർത്തുന്നത്. എന്താണ് നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ രോഗാവസ്ഥ എന്താണ്, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണോ എന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റാരേക്കാൾ കൂടുതൽ ആ പേഷ്യന്റിന് തന്നെ എനിക്ക് അറിയാൻ സാധിക്കുക അല്ലെ. അവിടെ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങൾ പറയാൻ പാടുള്ളതല്ല. ഓക്കെ, അതാണ് ഓണസ്റ്റ് ആൻഡ് ഡിസ്ക്ലോസറുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതായത് വെളിപ്പെടുത്തലിലെ സത്യസന്ധതയാണ്. നമ്മൾ ഏറ്റവും സത്യസന്ധമായിട്ടായിരിക്കും തന്നെ രോഗാവസ്ഥയെ കുറിച്ച് ആ ഡോക്ടറിനോട് വെളിപ്പെടുത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന ട്രീറ്റ്മെന്റ് കംപ്ലൈൻസ് ആണ്. അതായത് ഒരു പേഷ്യന്റ് പാലിക്കേണ്ടത്, ആൾക്ക് കൊടുക്കുന്ന ചികിത്സയിൽ ആൾ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. നോക്കാം. I will be punctual for my appointments. I will be punctual for my appointments. പറഞ്ഞേ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാ? പറയൂ, എന്താ പറയുന്നത്? അപ്പോയിന്റ് ടൈമിൽ ഞാൻ എന്താണ് കൃത്യനിഷ്ഠത പാലിക്കും അല്ലെ. ഞാൻ ഇന്ന സമയത്ത് ഡോക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് പങ്ക്ച്വൽ ആയിട്ട് തന്നെ എന്താണ് ഞാനത് അറ്റൻഡ് ചെയ്തിരിക്കും അല്ലെ. കൃത്യനിഷ്ഠത ഞാൻ പാലിച്ചിരിക്കും. ഓക്കെ, then I will do my best to comply with my doctor's treatment plan. I will do my best to comply with my doctor's treatment plan. എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഡോക്ടർ എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സാ പ്ലാൻ അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാൻ ഞാൻ എന്ത് ചെയ്യും? കംപ്ലൈ ചെയ്യും, മീൻസ് പാലിക്കും അല്ലെങ്കിൽ അനുസരിക്കും അല്ലെ. എനിക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാനത് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ ഞാൻ അനുസരിക്കും. ക്ലിയർ? യെസ്. I will have a reasonable expectation regarding my doctor's treatment. I will have a reasonable expectations regarding my doctor's treatment. അത് വായിച്ചു നോക്കി, എന്താണ് ഉദ്ദേശിക്കുന്നത്? വായിച്ചു നോക്കി. പിള്ളേരെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. നിങ്ങൾക്ക് ക്ലാസ് കേട്ടിട്ട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അതെ. എന്നോട് ഒരാൾ പറഞ്ഞു എന്താണെന്നറിയില്ല, ടീച്ചർ കുറെ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുക, ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര കടിച്ചു പിടിച്ച് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്തിനാണെന്നോ അതാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. സീരിയസ് ആയിട്ട് ടീച്ചർ ക്ലാസ് എടുക്കും. ഞാനിങ്ങനെ സ്ട്രെസ്ഫുൾ, എനിക്ക് അത് എടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അങ്ങനെ എടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ വിചാരിക്കേ വേണ്ട. എന്താണ് അങ്ങനെ എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ശ്വാസം വിടാൻ പോലും ചിലപ്പോൾ സമയമുണ്ടല്ലോ. എനിക്ക് നന്നായിട്ട് നല്ല ടെററായിട്ട് ക്ലാസ് എടുക്കാൻ അറിയാം. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് ബോറടിക്കും, എനിക്കും ഒരേപോലെ ബോറടിക്കും. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ കയറിയും കൂടി ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ടിരിക്കുന്നത് PG ക്ലാസ് സീരിയസ് ആയിട്ടിരിക്കുന്നത്. PG ക്ലാസ്സിലെ പിള്ളേരെ കൊല്ലാനാണ് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് കൊല്ലാനാണ്. നമ്മള് റെഗുലർ ഓഫ്ലൈനിലൊക്കെ അങ്ങനെ ചെയ്താൽ പോലെ ഈ ഓൺലൈനിൽ നിങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലണോ? പോറുണ്ടോ? അയ്യോ, ആരാണ് പോറാണെന്ന് പറഞ്ഞത്? നോക്കട്ടെ, ഇത് കുഞ്ഞാണോ പറഞ്ഞത്? കമന്റോ പറയാം. നമ്മൾ സീരിയസ് ഇല്ല, ഇങ്ങനെ പറയുമ്പോൾ പോകില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ആരായിരിക്കും പറഞ്ഞത്? ആലോചിക്കാണ്. അറിയില്ല. ഓക്കെ, ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും കിട്ടണില്ലല്ലോ. ഓരോ ടീച്ചേഴ്സിനും വ്യത്യസ്ത ടീച്ചിങ് സ്റ്റൈലാണ്. ചിലർ ഭയങ്കര ഇതായിട്ട് എടുത്തു പോകും. എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ എടുക്കും. വേറെ തരത്തിൽ എനിക്ക് എടുക്കാനും അറിയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് എന്നോട് പറയണം കേട്ടോ. അത് വേറൊരാൾ പറഞ്ഞ് ഞാൻ അറിയരുത്. വേറെ അങ്ങനെ അറിഞ്ഞു എന്നോട് ചോദിച്ചത്.
ഓക്കെ ഓക്കെ ശരി. ഇത് ഇവിടെ കഴിഞ്ഞിട്ടോ, നമ്മുടെ ക്ലാസ് സംസാരിക്കുന്നത് നമ്മൾ മാത്രം സംസാരിക്കുള്ളൂ, വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ സംസാരിക്കരുത് കേട്ടോ. കിട്ടിയുള്ളൂ കേട്ടോ. ഇവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാണെങ്കിൽ കോൺവൊക്കേഷൻ വരുമ്പോൾ എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. യെസ്. ഓക്കെ ഓക്കെ. എന്താ പറയുന്നത്? ഐ വിൽ ഹാവ് എ റീസണബിൾ എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് മൈ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? പറഞ്ഞേ. ഒരു പേഷ്യന്റ് പാലിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്താ പറയുന്നത്? ഡോക്ടേഴ്സ് പറയുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ചികിത്സാ പ്ലാൻ, ആ ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് ഫലിക്കും, നമുക്ക് അത് എഫക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ അത് ഫോളോ ചെയ്യുന്നത്, അല്ലേ? നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ, എന്റെ രോഗം മാറും, അല്ലെ? എന്നെ മാറും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഡോക്ടറിന്റെ പ്ലാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമ്മളത് അംഗീകരിക്കില്ല. ഡോക്ടർ തന്ന പ്ലാൻ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ്? നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തോന്നി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മളും കൂടി, അതായത് മരുന്ന് ഫലിക്കണമെങ്കിൽ നമ്മൾ ആ മരുന്ന് വിശ്വസിച്ച് കഴിക്കണം എന്ന് പറയില്ലേ? ഡോക്ടറെ വിശ്വസിക്കണം, മരുന്ന് വിശ്വസിക്കണം, എന്നാൽ മാത്രം നമ്മുടെ ശരീരത്തിൽ അത് ഫലിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അത് കഴിച്ചാൽ എനിക്ക് മാറും എന്നാലും പൂർണ്ണ ഉത്തരവാദിത്തം കൂടി നമ്മൾ അങ്ങോട്ടും കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, പറയുന്ന അളവിൽ കറക്റ്റ് അളവിൽ കറക്റ്റ് ടൈമിന് മരുന്ന് കഴിക്കുക എന്നുള്ള ഉത്തരവാദിത്വം പേഷ്യൻസിന് വരുന്നത്. അതും ഇതിനകത്ത് ലിങ്ക് ചെയ്ത് പറയാവുന്നു കേട്ടോ. ഓക്കെ, next one, inform and bring to the doctor's notice if has been difficult to understand any part of the treatment or of the existence of challenges in complying with the treatment. ഇച്ചിരി നീട്ടം കൂടി പോയി അല്ലെ? എന്താണ്? Inform and bring to the doctor's notice if it has been difficult to understand any part of the treatment. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ഡോക്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ അതിനിടയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലായ, അതായത് ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് മനസ്സിലായിട്ടില്ലെന്നാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഇത് മുഴുവൻ വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇത് മുഴുവൻ വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. മുഴുവൻ വായിച്ചു നോക്കുക. ഒന്ന് വായിച്ചു നോക്കട്ടോ. പോരാ ഒന്ന് വായിച്ചു നോക്കി. തുറക്കാം.
ഓക്കെ, കിട്ടിയതാണ്. യെസ്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനില് നമുക്ക് ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ പാലിക്കാൻ പറ്റുന്നവരില്ല അല്ലെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഡോക്ടറിനോട് ചോദിക്കുക അല്ലെ, ഡോക്ടറിനോട് അത് പറയാം. ചിലപ്പോൾ നമുക്ക് ചില ഡയറ്റ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ പെട്ടെന്നൊക്കെ അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല, ഇതിന്റെ ഭാഗം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കത് ഡോക്ടറെ ഇൻഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആർക്കാണ്? പേഷ്യന്റിന്. അല്ലെ, നമ്മളാണത് പറയേണ്ടത്, നമ്മളാണത് അനുഭവിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഡോക്ടറിനെ അറിയിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി പേഷ്യന്റിനുണ്ട്. ഓക്കെ, മനസ്സിലായോ? യെസ്. അതായത് ചികിത്സയുടെ ഏതെങ്കിലും ഭാഗം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും തന്നിരിക്കുന്ന ചികിത്സാ പദ്ധതി നമുക്ക് ഇടയ്ക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് ഇൻഫോം ചെയ്യാം. ഇൻഫോം ചെയ്യുമ്പോൾ ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമ്മളത് ഇൻഫോം ചെയ്യുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യായിരിക്കും? ആ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ. ചിലപ്പോൾ ഫുഡിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിക്കേഷൻസിന്റെ ഡോസേജസ് എന്തെങ്കിലുമൊക്കെ കുറച്ച് ചിലപ്പോൾ എന്താണ് അത് ക്ലിയർ ചെയ്തോളൂ. അല്ലാതെ നമ്മൾ അത് തന്നെ നിർബന്ധപൂർവ്വമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സും നിർബന്ധിക്കില്ല. പക്ഷെ ഡോക്ടറെ അത് അറിയിക്കാന്നുള്ളത് നമ്മളാണ് അല്ലെ, നമ്മളാണ് അത് മരുന്ന് കഴിക്കുന്നത് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറെ അറിയിക്കാനുള്ള അവകാശം നമുക്ക് മാത്രമാണ്. ഓക്കെ, യെസ്. Then I will display intent to participate intelligently in my medical care by actively involving myself in the prescribed do-at-home activities. I will display intent to participate intelligently in medical care. ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാവും അല്ലെ, വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? ആ ഹോം ആക്ടിവിറ്റീസിൽ ഡോക്ടർ എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മളുടേതായ ഒരു ശൈലിയിൽ നമുക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹോം ഇൻസ്ട്രക്ഷൻസ് തരും. ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഹോം ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട്. എന്തൊക്കെയാണ് ഹോം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ തരാറുണ്ട്? എന്തൊക്കെയാണ് തരാറുള്ളത്? ഹോം ഇൻസ്ട്രക്ഷൻസ് ഒരു ഡിസ്ചാർജിന് ശേഷം സമ്മറിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഡയറ്റ്, മെയിൻ ആയിട്ട് ഡയറ്റ് പറയും, ഫുഡ് പറയും, എക്സസൈസ് പറയും അല്ലെ, റെസ്റ്റ് പറയും, പ്രോപ്പർ റെസ്റ്റ് പറയും. പിന്നെ എന്തൊക്കെ പറയും? മെഡിസിൻസ് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയും, എത്ര ദിവസമാണ് അത് കഴിക്കേണ്ടതെന്ന് പറയും. മെഡിസിൻസ് കറക്റ്റ് ടൈമിൽ കഴിക്കണം. അതായത് ഭക്ഷണത്തിന് മുൻപും ശേഷവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ രാവിലെ, രാത്രി, ഒരു ഉച്ചയ്ക്ക്, അങ്ങനെ അങ്ങനെ പല ടൈംസ് ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. യെസ്. അത് നമ്മുടെ കണ്ടീഷൻ എന്താണ് അതിനനുസരിച്ചിട്ടാണ് ഡോക്ടർ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? പേഷ്യന്റ് ആണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന മെഡിക്കൽ കെയർ ആക്ടിവിറ്റീസ് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലെ, ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്ലാൻസുകളും ആക്ടിവിറ്റീസും നമുക്ക് ഹോം റിലേറ്റ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് തരുന്നത്. അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്? പേഷ്യന്റിന് തന്നെയാണുള്ളത് കേട്ടോ. യെസ്. എന്നിട്ട് നോക്കാം, ട്രീറ്റ്മെന്റില് പേഷ്യന്റ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സ്? നമ്മൾ എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത് അവിടെ പങ്ക്ച്വൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് നേടുക അല്ലെങ്കിൽ ഡോക്ടറെ കാണുക. പിന്നെ എന്താണ്? ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഏറ്റവും നല്ല രീതിയിൽ അത് അനുസരിക്കുക, അത് ഫോളോ ചെയ്യുക. നമ്മുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്തില്ല, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, ഇത് കഴിച്ചാൽ മാറും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കോഴ്സ് എടുത്താൽ മാറും എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചികിത്സാ പദ്ധതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ നമുക്കത് പാലിക്കാൻ പറ്റുന്നില്ല, നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താണ് ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹോം ആക്ടിവിറ്റീസ്, പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഹോം ആക്ടിവിറ്റീസ് ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വവും പേഷ്യൻസിന് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് പാലിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. ക്ലിയർ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്. അടുത്തത് നോക്കാം, ഇന്റന്റ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ. ഇന്റന്റ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ. I will do everything in my capacity. Intent for health promotion എന്താണ്? Intent for health promotion intent എന്താണ്? ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെ. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്വം ഉണ്ട്, പ്രത്യേകിച്ച് പേഷ്യന്റ് ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ. ഡോക്ടേഴ്സിനൊക്കെ ഒരു പരിധി വരെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക, അത് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കണം അതിൽ ഇൻവോൾവ് ആവേണ്ടത്. ഓക്കെ, I will do everything in my capacity to maintain healthy habits, routines that enhance good health and take responsibility for my health. നമ്മുടെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്?
ആർക്കാണ് ആർക്കാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ് അല്ലെ. അപ്പൊ ഡോക്ടർ തന്നിരിക്കുന്ന എന്താണോ, ഏത് പ്ലാൻ ആണോ, എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണോ തന്നിരിക്കുന്നത്, അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പറ്റാവുന്നതിനത്ര നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സുകളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. നല്ല റൊട്ടീൻസ് സ്വീകരിച്ചുകൊണ്ട് തന്നെ എപ്പോഴാണ് ഗുഡ് ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സുകൾ സ്വീകരിക്കാം അല്ലെ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പറ്റാം നമ്മുടെ മാക്സിമം ബെസ്റ്റ്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യശീലങ്ങൾ പാലിച്ചുകൊണ്ട് ആരോഗ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഹെൽത്ത് പ്രൊമോഷൻ പാലിക്കേണ്ടത് ആരാണ്? പേഷ്യൻസ് തന്നെയാണ് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ഹാബിറ്റ്സുകൾ സ്വീകരിക്കുക, നല്ല റുട്ടീൻസ് സ്വീകരിക്കുക, ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യുക, എക്സസൈസുകൾ ചെയ്യുക, റെസ്റ്റ് മാക്സിമം റെസ്റ്റ് ചെയ്യുക. റെസ്റ്റിന് ഒരു ടൈം കണ്ടെത്തുക. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ടൈം കണ്ടെത്താറില്ല. ആരും അസുഖം വന്നാലും നിങ്ങൾ പണിയെടുക്കാറില്ലേ? അസുഖം വന്നാലും പണിയെടുക്കാറില്ലേ? റെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അസുഖം വരുന്ന ദിവസം ഭയങ്കര പണിയായിരിക്കും. ഇല്ലാത്ത പണികളെ നമ്മൾ ചെയ്യുന്ന ടീമാണ് അല്ലെ. അത് നമ്മുടെ ആരോഗ്യത്തിനാണ് നശിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ 5 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയുന്നത് നമ്മുടെ ബോഡി അതിന് ഓക്കെ ആയിട്ടില്ല എന്നതിനെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സുകളും ഈ ഗുഡ് റൂട്ടീൻസും സ്വീകരിക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിയുമ്പോഴും പിന്നെ അത് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെ. അവനവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണെന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞ പോലെ അസുഖം വന്ന മരുന്ന് വാങ്ങിക്കാറില്ല. നിങ്ങൾ പോവാറുണ്ടോ ഡോക്ടറെ കാണാൻ? എല്ലാവരും ഫസ്റ്റ് ദിവസം പോവില്ല, 2ാമത്തെ ദിവസം പോവില്ല, 3ാമത്തെ ദിവസം ഗതികേട് കൊണ്ട് പോകും അല്ലെ. അങ്ങനെ പോകുന്നവരാണ് മിക്കവാറും. അങ്ങനെ ചെയ്യാറില്ല. ബൈ ചാൻസിലാണ്. സത്യമല്ലേ ഞാൻ പറഞ്ഞ? നമ്മൾ മാക്സിമം നോക്കും അല്ലെ. അവശരായി പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ ഹോം റെമഡീസ് ഒക്കെ വെച്ച് നമ്മൾ ഇരിക്കും. അത് ചില സമയത്ത് നല്ലതാണ്, പക്ഷെ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. പിന്നെ നമ്മുടെ കുട്ടികളെ ആലോചിച്ചിട്ട് പോകും, അവർക്ക് അത് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മരുന്നിന് പോകും. അല്ലാതെ സ്വന്തം ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാ അമ്മമാരും അത് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവര് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി. ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി. I will make a sincere effort to understand my therapies, which include the medicine prescribed and their associated adverse effect and other complaints for effective treatment outcomes. Okay, ഇവിടെ ഒരു പേഷ്യന്റ് എന്താ പറയുന്നത്? I will make a sincere effort to understand my therapies. എന്താണ്? Effort to understand my therapy. അതായത് ഇവിടെ പറയുന്നത്, അതായത് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാനും അല്ലെങ്കിൽ ഏത് തെറാപ്പിയാണോ ആൾക്ക് പറഞ്ഞിരിക്കുന്നത്, ഏത് മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അതിനെ അഫക്ട് ചെയ്ത് വരുന്ന ആഫ്റ്റർ എഫക്ട്സുകൾ എന്താണ് എന്നതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് സത്യസന്ധപൂർവ്വമായിട്ട് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി പുലർത്തിക്കൊണ്ട് അത് സ്വീകരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പേഷ്യൻസിന് എന്നുള്ളത്. അതായത് തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനോട് സിൻസിയർ ആയിട്ട് എഫേർട്ട് ഇട്ടത് പാലിക്കുക എന്നുള്ളത് മാറുന്ന അവകാശമാണ്. സോറി, ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മനസ്സിലായോ? അതായത് നമ്മൾക്ക് തന്ന ചികിത്സ എന്താണോ അത് സിൻസിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തത് ഫോളോ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Okay. Yes. The next one. I will not ask for suspicious bills and false certificates. എത്തുപോയോ? കണക്ഷൻ കിട്ടുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഹലോ 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 പിള്ളേരെ കേക്കാം. ജീനയുടെ നെറ്റ് പോയിട്ടുണ്ടോ? ജീനയുടെ നെറ്റ് പോയാലോ? പ്രീത കേൾക്കാൻ പറ്റുന്നില്ലേ? പ്രീത കേൾക്കുന്നുണ്ട്. ജീന, നീ കേൾക്കാത്തത് ചിലപ്പോ ഈ 7 കടലിനപ്പുറം ആയതുകൊണ്ടായിരിക്കും കേൾക്കാത്തത്. ഇവരെല്ലാരും ഇവിടെ തന്നെ ഉള്ളവരാ തല്ലി കേൾക്കുന്നത്.
അതെ അതെ, അവിടെ നിന്ന് പോയതായിരിക്കുള്ളൂ. യെസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മൾ രഹസ്യമായിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ, മഴയാണല്ലേ, ഓക്കെ, രഹസ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോഴ്സ്, ഒരു വക്കീലിനെ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യസ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ട് കപടമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കാം. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ചെയ്യുന്നത് ശരിയാണോ? രഹസ്യ ബില്ലുകളോ വ്യാജ സർട്ടിഫിക്കറ്റുകളോ നമ്മള് യാതൊരു തരത്തിലുള്ള നിയമനിർദ്ദേശങ്ങളില്ലാതെ വാങ്ങുന്നത് തെറ്റാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല, അല്ലെ? തെറ്റാണ് കേട്ടോ. സർഫീഷ്യസ് എന്ന് പറയുന്നത് രഹസ്യമായ അല്ലെങ്കിൽ കപടമായ എന്നൊരു മീനിങ് ആണ് കേട്ടോ. കപടമായ ബില്ലുകളോ രഹസ്യമായ ബില്ലുകളോ സർട്ടിഫിക്കറ്റ്സുകളോ എന്താണ് നമ്മൾ വാങ്ങാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതൊരിക്കലും ഒരു നിയമപാലകരിൽ നിന്ന് നമ്മൾ ഫോഴ്സ് ചെയ്ത് പോലും വാങ്ങിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. Then, if I am not happy, I will inform and discuss with my doctor. If I am not happy, I will inform and discuss with my doctor. എന്താണ് നമ്മളുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഹാപ്പി അല്ലെ, നമ്മളത് ആദ്യം ആരോടാണ് പറയുന്നത്? ഡോക്ടറിനോടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെ? സത്യസന്ധമായിട്ട് നമ്മൾ തുറന്നു പറയാം, ഡോക്ടർ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടർ അതിലൊരു പരിഹാരം കാണണം, അല്ലെ? നമ്മളത് ഡോക്ടറായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റേ ആരുമായിട്ടല്ല, അല്ലെ? അതുകൊണ്ടാണ് ഡോക്ടറിനോട് വെള്ളം പറയരുതെന്ന് പറയുന്നത്. സത്യമായിട്ട് പറയേണ്ടത് ആരോടാണ്? ഡോക്ടറിനോട്. Then I will report fraud and wrongdoing. I will report fraud and wrongdoing. എന്താണ്? വഞ്ചന, എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ അതായത് വഞ്ചനാപരമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ കാണുകയാണെങ്കിൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും, അല്ലെ? എന്താണ് ഫ്രോഡ് ആൻഡ് റോങ് ഡൂയിങ് എന്ന് പറയുന്നത്? ചിലപ്പോ പേഷ്യൻസ് ഇപ്പൊ വാർഡിലോ റൂമിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നമുക്ക് എന്തെങ്കിലും തരത്തിൽ തെറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പറയാതിരിക്കരുത്, നമുക്ക് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അല്ലെ? ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന്റെ ഒക്കെ ഒരുപാട് കഥകളുണ്ട്. ICUയിൽ കിടക്കുന്ന തൊട്ടപ്പുറപ്പുറം കിടക്കുന്ന ഒരുപാട് പേഷ്യൻസ് സംബന്ധിച്ചോളം അവിടെ സ്റ്റാഫുകളുടെ ചില അശ്രദ്ധ മൂലം ചില പേഷ്യൻസ് താഴെ വീഴാറുണ്ട്. വെട്ടിയിൽ താഴെ വീണിട്ടുണ്ട്, അങ്ങനെ മരിച്ചിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് ആൾക്കാര്. റിയൽ സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബോധമുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, നമ്മളത് കണ്ടിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം. ഇനി എന്തെങ്കിലും മോഷണങ്ങൾ കണ്ടാൽ, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ മെസ്സികൾ കണ്ടാൽ പോലും നമുക്ക് അങ്ങനെ എന്ത് തരം കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പേഷ്യന്റിന്റെ എന്തിലോ വരുന്നതാണ്. ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായോ അത്? അങ്ങനെ പറയണോ? എന്തൊക്കെയാണ് പറയുന്നത്? സിൻസിയർ എഫേർട്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള മൈൻഡ് സിൻസിയർ എഫേർട്ട് ഇട്ടിട്ട് ആ ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യും, അല്ലെ? അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പാലിക്കും, സത്യസന്ധമായിട്ട് നമ്മൾ പാലിക്കും. പിന്നെ എന്താണ്, നമ്മളൊരു കപടമായിട്ടുള്ള ബേസുകളോ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ നിയമനിർദ്ദേശം ഇല്ലാതെ നമ്മളതൊന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല, അല്ലെ? അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഹാപ്പി അല്ലെന്നാണെങ്കിൽ നമ്മുടെ ഡോക്ടറിനോടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് പൂർണ്ണമായും ഡോക്ടറിനോടാണ്. എന്തെങ്കിലും ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് റോങ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും വഞ്ചനാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പൂർണ്ണ അവകാശവും റെസ്പോൺസിബിലിറ്റിയും പേഷ്യൻസിനുണ്ട് കേട്ടോ. യെസ്, ഇതും കൂടി എടുത്തേക്കട്ടെ. കണ്ടക്റ്റും കൂടി എടുക്കട്ടെ, 3 പോയിന്റേ ഉള്ളൂ. കണ്ടക്ട് എന്താണ്? കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ? കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്താ? സ്വഭാവമാണോ? പെരുമാറ്റം, പേഷ്യന്റിന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഐ വിൽ ബി റെസ്പെക്ടിങ് ദ ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് കെയറിങ് ആൻഡ് ട്രീറ്റിംഗ് മീ. നമ്മൾ ആരെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്? നമുക്ക് തരുന്ന ഡോക്ടറിനെയും നഴ്സിനെയും നമ്മൾ നമുക്ക് ആരൊക്കെയാണ് കെയർ തരുന്നവരെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കുക എന്നൊരു responsibility നമുക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. I will be respecting the doctors and medical staff caring and treating me. I will abide by the hospital facilities and rules. എന്താണ്?
ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ പെരുമാറ്റത്തിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. അതായത് അവർ പറഞ്ഞ പോളിസീസ് പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അവിടുത്തെ ചികിത്സ നേടേണ്ടത് കേട്ടോ. പിന്നെ ഐ വിൽ ബിയർ എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഐ വിൽ ബിയർ എന്നാണോ? യെസ്. I will bear the agreed expense of the treatment that abide എന്നാണോ? Abide means പാലിക്കുക കേട്ടോ. I will abide the agreed expense of the treatment that is explained to be advice. Advice എന്നാണോ ലാസ്റ്റ് എടുക്കുന്നത്? Advice എന്നാക്കാം കേട്ടോ. മീൻ അഡ്വൈസ്, AD എന്ന് മാത്രമുള്ള അവിടെ. സോറി, അഡ്വൈസ് അല്ല, അഡ്വാൻസ്, ADVANC. ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച്. I will be abide the agreed expense of the treatment that is explained to me in advance. Okay. ഓൾറെഡി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ? ട്രീറ്റ്മെന്റിന്റെ പ്ലാൻ, അതായത് എക്സ്പെൻസ് എത്രത്തോളം ആവുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ? തുടക്കം തന്നെ നമ്മളോടത് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. സ്പെല്ലിംഗ് മാത്രം അവിടെ കറക്റ്റ് ചെയ്താൽ മതി. അബൈഡ് ആക്കാം കേട്ടോ. തുടക്കം തന്നെ നമ്മളോട് എന്താണ്, നമ്മുടെ നമുക്കുള്ള ചികിത്സാ ചിലവുകൾ എത്രത്തോളമാണ് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞതിന് ശേഷം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ എടുക്കുന്നത് അല്ലെ? അപ്പൊ അത് പാലിക്കുക എന്നുള്ളത് നമ്മൾ എന്താണ്, അത് പാലിച്ചിരിക്കുക എന്നുള്ളതും ഇത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി. അഡ്വാൻസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് ആദ്യം പറയൂലേ, ഇത്രത്തോളം പൈസ ആവുന്ന ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ പെരുമാറ്റത്തെ നമ്മളത് കാണിക്കുമ്പോൾ, അല്ലാതെ അവർ പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ഒരിക്കലും ബിഹേവ് ചെയ്യാൻ പാടില്ല കേട്ടോ. കണ്ടക്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അത്ര എടുത്ത് അത്രയൊന്ന് വായിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സില്. താങ്ക് യു, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അബൈഡ് ആക്കാനാ പറഞ്ഞ കേട്ടോ. അബൈഡ്